വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി പിടിയും ചിക്കൻ കറിയും തയ്യാറാക്കാം. ഈ ചിക്കൻ കറി ഞാനിവിടെ കുക്കറിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ടേസ്റ്റി ഡിഷ് എങ്ങനെയാണ് റെഡിയാക്കുകയെന്ന്. ആദ്യം തന്നെ പിടി നമുക്ക് റെഡിയാക്കാം. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ഒരു പാനിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം ഏകദേശം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കുന്നതിനാണ് വെള്ളം തിളപ്പിക്കുന്നത്. അപ്പോൾ അതിലേക്ക് തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളം എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ അരിപ്പൊടിയാണ്. അപ്പം, ഇടിയപ്പം, പത്തിരി എന്നിവയൊക്കെ തയ്യാറാക്കുന്ന നൈസ് പൊടിയാണ് ഈ അരിപ്പൊടി. ഇനി ഇത് ഈ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി ആയതുകൊണ്ട് ഇതിന് കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന പൊടിയുടെ ക്വാളിറ്റി നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഇനി പിടി തയ്യാറാക്കുന്നതിന് ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ നമ്മൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 3 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വലിപ്പം കൂടുതൽ വേണമെങ്കിൽ വലുതായിട്ട് ഉരുട്ടാം, ഇല്ലെങ്കിൽ ചെറുതായിട്ടും ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഉരുട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇപ്പോൾ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള മാത്രം ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ മാവിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് കുഴച്ചിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന പിടിയുടെ ഉരുളകൾ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം നന്നായി തിളപ്പിക്കുക. നമ്മൾ ഉരുട്ടിയ മാവിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഉരുട്ടാതെ തന്നെ മാവ്. ആ മാവും കുറച്ച് തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിൽ നമുക്ക് പിടിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇപ്പോൾ തേങ്ങയും കൂടി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കൂടി കിട്ടും. ഇനി ചെറുതായിട്ടൊരു കൊഴുപ്പ് കിട്ടുന്നതിനാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവും കൂടി ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് തിളച്ചതിന് ശേഷം അവസാനം ഈ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ലോ ആക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒന്ന് പകുതി വേവായിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളം ഏകദേശം വറ്റി വരുന്നത് വരെ ഒരു 10-15 മിനിറ്റോളം ഈ ഉരുളകൾ നന്നായിട്ട് വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഉരുളകളെല്ലാം വെന്തിട്ടുണ്ട്. ആദ്യം നമ്മൾ തേങ്ങയുടെയും അരിപ്പൊടിയുടെയും മിക്സ് കുഴച്ചെടുത്തത് അത് കൂടി ഈ വെന്ത ഉരുളകളിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കുറച്ച് കൂടുതൽ വെള്ളമുള്ളതാണ് നല്ലത്. അപ്പോൾ വെള്ളം കുറഞ്ഞു പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു അളവിൽ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇരിക്കും തോറും കുറച്ചുകൂടി ഇതൊന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം മൂടി വയ്ക്കാം. ചിക്കൻ കറി വെക്കുന്നതിന് ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൊണ്ട് നമുക്കിന്ന് കുക്കറിലാണ് ചിക്കൻ കറി വയ്ക്കാൻ പോകുന്നത്. അതിനാവശ്യമായ കുക്കർ ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചിക്കൻ കറിക്ക് ഏറ്റവും ടേസ്റ്റ് നൽകുന്നത്. നാടൻ രീതിയിലുള്ള കറിയാവുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി നന്നായിട്ട് അരച്ചെടുത്തതാണ്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതുകൂടി ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കുരുമുളകും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചുവന്നുള്ളി വേണമെങ്കിലും ചേർക്കാം. ഒരു വലിയ സവാളയും ബാക്കി ചുവന്നുള്ളിയും ചേർക്കാം. ഞാനിപ്പോൾ 2 സവാള തന്നെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. ഇനി സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വരുന്നതിന് ഉപ്പ് ചേർക്കാം. ഇനി സവാളയുടെ കൂടെ കുറച്ച് കറിവേപ്പില ചേർക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്ര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയും തൈരും നന്നായിട്ട് ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി വേകുന്നതിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. കുക്കർ ശരിക്കും അടയ്ക്കണ്ട, ജസ്റ്റ് അടപ്പൊന്ന് വെറുതെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ പീസ് ചേർക്കുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളവും കൂടി ഇറങ്ങി വരും. അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ സമയത്ത് ഗ്രേവിയുടെ ഉപ്പൊന്ന് നോക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഗ്രേവിയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ ആകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി കുക്കർ അടച്ച ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചാൽ മതി. ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾക്ക് കുക്കർ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യണം. അതിൻ്റെ പ്രഷർ ഒന്ന് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഒരു വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ കറിയുടെ പ്രഷറെല്ലാം ഇവിടെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു വിസിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കുറേയേറെ വെള്ളമുണ്ട്. ഇനി നമുക്കിത് വെള്ളം വറ്റുന്നവരെ ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. വെള്ളം വറ്റി വരണ്ട, നമുക്ക് ചാറായിട്ട് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് അധികം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ചിക്കൻ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് ഒരു ഫോർക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. ഇതാ കണ്ടില്ലേ, ചിക്കൻ പീസൊക്കെ ഉൾവശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ അടിച്ചതിന് ശേഷം പ്രഷർ ഒന്ന് റിലീസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് എല്ലിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്നുകൂടി തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്നുകൂടി ഓണാക്കിയിട്ടുണ്ട്. കറി നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഇനി കുറച്ചുകൂടി കുറുകി വരണമെന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്നുകൂടെ കുറുക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കറി സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഈ സമയത്ത് ഇതിൻ്റെ എരിവും ഉപ്പും പുളിയും എല്ലാം നോക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം പെർഫെക്റ്റ് ടേസ്റ്റാണ്. ഇനി കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് പകരം വേണമെങ്കിൽ മല്ലിയിലയും ചേർക്കാം. ഞാനിപ്പോൾ കറിവേപ്പില ചേർത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർക്കാം. അതിനുശേഷം കറിയുടെ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആകുന്നതിന് നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം കറി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പിടിയും ചിക്കൻ കറിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം പാത്രപാകത്തിനായിട്ട് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയതിന് ശേഷം നമുക്ക് പിടിയും ചിക്കൻ കറിയും സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയൊക്കെ അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് പിടി സെർവ് ചെയ്യേണ്ടത്. പിന്നെ ചിക്കൻ കറി പാത്രത്തിലിരുന്ന് തന്നെ കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.